ചുറ്റുഭാഗത്ത് നിന്നും തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓടി നടന്നുകൊണ്ടിരുന്നു. അത് പ്രകാരമാണ് മനുഷ്യരെ ഞാനും നിങ്ങളും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിങ്ങളുടെ അധമ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാണ്. നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചു വലിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ നരകത്തിൽ പെടാതെ പോകണം, നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് ഇത്രമേൽ ഒരു ജനവിഭാഗത്തെ സ്നേഹിച്ച വേറെ ഏതെങ്കിലും നേതാവുണ്ടോ? ഇത്രമേൽ മനുഷ്യ സമൂഹത്തെ സ്നേഹിച്ച വേറെ ഏതെങ്കിലും നേതാവുണ്ടോ? പ്രിയമുള്ളവരെ, ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. ആ സ്നേഹത്തിന്റെ പാരമ്യം സൂറത്തു അൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. ജനങ്ങൾ നന്നാകാത്തതിന്റെ പേരിൽ, ജനങ്ങളൊന്ന് നേർമാർഗം പ്രാപിക്കാത്തതിന്റെ പേരിൽ, ജനങ്ങളൊന്ന് ഇസ്ലാമിക ജീവിതം നയിക്കാത്തതിന്റെ പേരിൽ സ്വന്തം ശരീരം നഷ്ടപ്പെടുമാറ രൂപത്തിൽ ഇത്രമേൽ ദുഃഖിതനായ ഒരു നേതാവ് ലോകത്ത് വന്നിട്ടുണ്ടോ? ആ നേതാവ് നമ്മളോട് സ്നേഹം തിരിച്ചു ചോദിക്കുകയാണ്. എങ്ങനെയാ സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ സ്നേഹം അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് അല്ലാഹുവോട് സ്നേഹമുണ്ട് എന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ അവരോട് അടയാളം കാണിക്കാൻ വേണ്ടി പറ, അടയാളം കാണിക്കാൻ വേണ്ടി പറ. സ്നേഹമുണ്ടോ നബിയെ അവരോട് പറ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു എങ്കിൽ കാണട്ടെ അടയാളം. ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ പിൻപറ്റുന്നതൊന്ന് കാണട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നത് കാണട്ടെ, അവിടുത്തെ വഴി, അവിടുത്തെ പിൻപറ്റുന്നത് കാണട്ടെ, ആ വഴി പിന്തുടരുന്നത് കാണട്ടെ. അപ്പൊ അടയാളം കാണിക്കണം. നമ്മളെ സ്നേഹിച്ച റബ്ബിനോട് നമുക്ക് എങ്ങനെയാണോ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ളത്, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അങ്ങനെ തന്നെ. ഇൻ കാന ഹുബ്ബുക സ്വാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ പിൻപറ്റുന്നവനായിരിക്കണം. എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അവരെ പിൻപറ്റുന്നവനായിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം, പ്രിയമുള്ളവരെ. അതുകൊണ്ട് എനിക്കെന്റെ നേതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഞാൻ ആ നേതാവിനെ പിൻപറ്റണം. അതിലേറ്റവും ഒന്നാമതായി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയം മുതൽ അവിടെ നിന്നിങ്ങോട്ട് ആചാരങ്ങളിലെ, അനുഷ്ഠാനങ്ങളിലെ, വിശ്വാസങ്ങളിലെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാർഗമേതാണോ അവിടെ അടിയുറച്ച് നിന്നാലേ ഇഹലോകത്തും പരലോകത്തും നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇല്ലെങ്കിലോ ദുനിയാവിൽ പടച്ചോന് ഒരുപക്ഷെ ഒന്നിനും മുടക്കം വന്നില്ലെന്ന് വന്നേക്കാം. മരിക്കുന്നത് വരെ നമ്മൾ ശ്വസിക്കുന്നു, മരിക്കുന്നത് വരെ നമ്മൾ കുടിക്കുന്നു, മരിക്കുന്നത് വരെ നമുക്ക് ആരോഗ്യം തരുന്നു. പക്ഷേ എല്ലാം ഒന്ന് അവസാനിക്കുന്നൊരു സമയമുണ്ട്, അത് മരണമാണ്. അതെപ്പോഴാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമികയിലാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സമയത്തുമാകാം. അതിനു മുമ്പെയാണ് നമ്മുടെ ജീവിതം നന്നാക്കേണ്ടത്, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ കരുതേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്താ? ഞാനിവിടെ പറഞ്ഞില്ലേ, അള്ളാഹു എല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു, ഇനി നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് സൂറത്തുൽ ഗാഫിറിൽ പറഞ്ഞതുപോലെ റബ്ബാണെല്ലാം തന്നത്, റബ്ബാണെല്ലാം നൽകുന്നത്, റബ്ബാണെല്ലാം കേൾക്കുന്നത്. റബ്ബിനെ പോലെ നമ്മുടെ മനസ്സറിയുന്നവൻ ലോകത്താരുമില്ല. ഏതെങ്കിലും ഒരു ശക്തിയോട്, ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറയാമായിരുന്നുവെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകളൊന്ന് നിർവഹിക്കാമായിരുന്നുവെങ്കിൽ ആദ്യം തെരഞ്ഞെടുക്കേണ്ടത് ആരെയാണ്? ഒരു സംശയവും വേണ്ട, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പക്ഷെ എവിടെയെങ്കിലും പറഞ്ഞോ
മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവിടെന്ന് പ്രഖ്യാപിച്ചു, കുൽ നബിയെ നിങ്ങൾ ജനങ്ങളോട് പറ, ഇന്നമാ അദുഉ റബ്ബി, നിശ്ചയം ഞാൻ തീർച്ചയായിട്ടും എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവന്റെ കൂടെ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അതേ സൂറത്തിൽ തന്നെ തൊട്ടുടനെ അല്ലാഹു പറയുന്നത് എന്താ? ഫലാ തദഉ മഅല്ലാഹി അഹദാ, പടച്ചവന്റെ കൂടെ ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ. നിങ്ങളോട് ചോദിക്കാതെ നിങ്ങൾക്കെല്ലാം നൽകിയ പടച്ചവൻ, ആ പടച്ചവനോടാണ് നിങ്ങൾ തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ കൊണ്ട് നിരന്തരം പടച്ചവൻ പ്രതിജ്ഞ എടുപ്പിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവരെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. ഇത് നമ്മളെ വകയാണോ? അല്ല. കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങള് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ പുറത്തിറക്കിയപ്പോൾ ആ പരിഭാഷയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം ചോദിക്കുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശ്യം. പ്രാർത്ഥനയാകട്ടെ ആരാധനയുടെ ഭാഗമാണ് താനും. അപ്പൊ പ്രിയമുള്ളവരെ, ആരോടാ നമ്മൾ ചോദിക്കേണ്ടത്? ആരോടാ നമ്മൾ പറയേണ്ടത്? ആരോടാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാം തന്ന റബ്ബിനോട് മാത്രമായിരിക്കണം. റബ്ബിനോട് മാത്രമായിരിക്കണമെന്നത് ഖുർആന്റെ താല്പര്യമാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശമാണ്. അവിടുന്ന് പഠിപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട് മാത്രമാണ്. നേരം വെളുക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ പ്രാർത്ഥനകളും അള്ളാഹിനോട് മാത്രമാണ്. ഖുർആനിൽ 160-ൽ കൂടുതൽ പ്രാർത്ഥനകളുണ്ട്, ഒക്കെ അള്ളാഹിനോട് മാത്രമാണ്. 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ആ